നമ്മൾ പഠിക്കാൻ പോകുന്നത് എമിറ്റർ ഫോളോവേഴ്സിനെ കുറിച്ചാണ്. എന്താണ് എമിറ്റർ ഫോളോവർ? ഇറ്റ് ഈസ് എ നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട്. ദ എമിറ്റർ ഫോളോവർ ഈസ് എ കറണ്ട് ആംപ്ലിഫയർ ദാറ്റ് ഹാസ് നോ വോൾട്ടേജ് ഗെയിൻ. നമ്മൾ പഠിച്ചു, പവർ ആംപ്ലിഫയറിനെ കുറിച്ച് പഠിച്ചു, നോർമൽ ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് പഠിച്ചു. അതിന് വോൾട്ടേജ് ഗെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ പവർ ഗെയിൻ ഉണ്ടായിരുന്നു. ഈ എമിറ്റർ ഫോളോവറിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഹാസ് നോ വോൾട്ടേജ് ഗെയിൻ. എന്ത് മാത്രമേ ഉള്ളൂ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് is that it has high input impedance and low output impedance. അതുപോലെ തന്നെ ഹൈ കറണ്ട് ആംപ്ലിഫയർ ആണ് ഇതിനകത്തുള്ളത്. എമിറ്റർ ഫോളോവർ is a current amplifier that has no voltage gain. It is most important characteristics that it has high input impedance and low output impedance. ഇത്തരം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇംപിഡൻസ് മാച്ചിങ് വേണ്ടിയിട്ടാണ്. ദിസ് മേക്സ് ഇറ്റ് ആൻ ഐഡിയൽ സർക്യൂട്ട് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. അതായത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിവൈസ്, അതിൻ്റെ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. എന്നാൽ നമ്മൾ ഈ ഡിവൈസ് കണക്ട് ചെയ്യാൻ പോകുന്നത് വേറൊരു ഡിവൈസിൻ്റെ അകത്തേക്കാണ്. ആ ഡിവൈസിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കണക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ആ രണ്ട് ഇംപിഡൻസ് ഡിഫറെൻറ്റ് ഇംപിഡൻസുകളാകുന്ന സമയത്ത് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കില്ല. അത്ര സന്ദർഭങ്ങളിൽ ഈ രണ്ട് ഡിവൈസിൻ്റെയും മിഡിൽ സർക്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ എമിറ്റർ ഫോളോവർ. എന്തിനാണ്? ഈ എ എന്ന് പറയുന്ന ഒരു ഡിവൈസും സി എന്ന് പറയുന്ന ഡിവൈസും, അതായത് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഹൈ ആയിരിക്കുന്നതും ഇൻപുട്ട് ഇംപിഡൻസ് ലോ ആയിരിക്കുന്ന രണ്ട് ഡിവൈസുകൾ തമ്മിൽ ഇംപിഡൻസ് മാച്ച് ചെയ്തുകൊണ്ട് ഈ ഇൻപുട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് സി എന്ന് പറയുന്ന ഡിവൈസിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൺഫിഗറേഷനാണ് ഈ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് സർക്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഓഫ് ആൻ എമിറ്റർ ഫോളോവർ. ആസ് യു ക്യാൻ സി ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ സർക്യൂട്ടറി ഓഫ് എ കൺവെൻഷണൽ സി ആംപ്ലിഫയർ. അല്ലേ, നമുക്കറിയാം ഇതൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ പോലെയാണ് കാണുന്നതെങ്കിൽ കൂടി എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഇതിനകത്തൊരു നമ്മൾ കളക്ടർ റെസിസ്റ്റർ ഇതില്ല, കളക്ടർ റെസിസ്റ്റർ ഇല്ല. അതുപോലെ തന്നെ ഈ RE റെസിസ്റ്ററിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്, സി എന്ന് പറയുന്ന കപ്പാസിറ്റർ, അതും ഇതിൻ്റെ അകത്തില്ല. അതാണ് ഈ എമിറ്റർ ഫോളോവറും കോമൺ എമിറ്റർ ആംപ്ലിഫയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ആണെങ്കിലോ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. സാധാരണ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മുടെ കളക്ടറിനായിരിക്കും. പക്ഷേ എമിറ്റർ ഫോളോവർ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ RE അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, the biasing is generally provided by a voltage divider method or base resistor method. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വോൾട്ടേജ് ഡിവൈഡർ മെത്തേഡാണ്. The following points are worth noting about the emitter follower. എന്തൊക്കെയാണ് പോയിന്റ്സ്? There is neither collector resistor in the circuit nor there is emitter bypass capacitor. അതായത് അവിടെ ബൈപ്പാസ് കപ്പാസിറ്ററും ഇല്ല, കളക്ടർ റെസിസ്റ്ററും ഇല്ല. These are the two circuit recognition feature of the emitter follower. Since the collector is at AC ground, this circuit is also known as common collector amplifier. അല്ലേ, ഇതിൻ്റെ നമ്മൾ AC അനാലിസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ DC നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? കളക്ടർ ഡയറക്റ്റ് ഗ്രൗണ്ടായി പോവാണ്. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഇനി ഓപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ബേസ് എമിറ്റർ ആൻഡ് റിസൾട്ടിംഗ് AC എമിറ്റർ കറണ്ട് പ്രൊഡ്യൂസസ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് RE അക്രോസ് ദ emitter resistance. This voltage opposes the input voltage, thus providing negative feedback. Clearly, it is a negative current feedback circuit since the voltage feedback is proportional to the emitter current. The output current, that is the output current. It is called emitter follower because the output voltage follows the input voltage. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് എമിറ്ററിൻ്റെ നമ്മളൊരു ഫീഡ്ബാക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കംപ്ലീറ്റ് സിഗ്നലും ഈ RE അക്രോസ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഡ്രോപ്പ് ചെയ്യുന്നത് എന്താണ്? ഇവിടുന്ന് ഉള്ള ബേസിലേക്കുള്ളൊരു ഫീഡ്ബാക്ക് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട്. കാരണം ഇവിടെ വരുന്ന സിഗ്നലിൻ്റെ അതേ ഒരു ഫേസിലുള്ള സിഗ്നലായിരിക്കും ഇവിടെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇവിടെ എന്തെങ്കിലും സിഗ്നൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇവിടെ ഒരു ലോ അതിവിടെ കുറയുന്നതനുസരിച്ച് ഇവിടെ കൂടും. അപ്പോൾ ആ ഒരു ഗെയിൻ എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ട് അത് കീപ്പ് ചെയ്യും. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നത് മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എമിറ്റർ ഫോളോവേഴ്സ് ആർ നോ വോൾട്ടേജ് ഗെയിൻ. നമുക്കറിയാം വോൾട്ടേജ് ഗെയിൻ ഇല്ല.
In fact, the voltage gain of an emitter follower is close to 1, approximately equal to 1 ആയിരിക്കും അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. നമ്മളൊരു എമിറ്റർ ഫോളോവറിൻ്റെ ഗെയിൻ എല്ലാ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഗെയിൻ ഓഫ് ദി എമിറ്റർ ഫോളോവർ? എന്താണ്? എമിറ്റർ ഫോളോവർ ഈസ് ക്ലോസ് ടു 1 ആണ്. റിലേറ്റീവ്ലി ഹൈ കറണ്ട് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ ആണ് ഉണ്ടാവുന്നത്. കറണ്ട് ഗെയിൻ കൂടുന്നതുകൊണ്ടാണ് പവർ ഗെയിൻ നമുക്ക് കിട്ടുന്നത്. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? എംപിഡൻസ് മാച്ചിങ്ങിനാണ് ഈ എമിറ്റർ ഫോളോവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എ സി വോൾട്ടേജ് ആർ ഇൻ ഫേസ് ആയിരിക്കും അല്ലേ? നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന അവിടെ നിന്നാണ് എമിറ്റർ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ഫേസിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കളക്ടറിലാണെങ്കിലോ അത് ഔട്ട് ഓഫ് ഫേസിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ആംപ്ലിഫയർ സർക്യൂട്ട്സ് ദാറ്റ് ആക്സെപ്റ്റ് 2 ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ആംപ്ലിഫയേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 സിഗ്നൽസ്. സച്ച് ആൻ ആംപ്ലിഫയർ ഈസ് കോൾഡ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെ? രണ്ട് ഇൻപുട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഇൻപുട്ടിന്റെ 2 ഡിഫറൻസ് എടുത്ത് ആംപ്ലിഫൈ ചെയ്യുന്ന സർക്യൂട്ടുകളാണ് നമ്മൾ വിളിക്കുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇസ് എ സർക്യൂട്ട് ദാറ്റ് ക്യാൻ ആക്സെപ്റ്റ് 2 ഇൻപുട്ട് സിഗ്നൽസ് ആൻഡ് ആംപ്ലിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ഇൻപുട്ട് സിഗ്നൽസ്. ഫിഗർ എ എന്താണ് പറയുന്നത്? ഈ ഫിഗറിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചേക്ക് കാണാം. ഇത് ഒരു നോർമൽ ആംപ്ലിഫയർ ആണ്. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, സിഗ്നൽ കൊടുത്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് V0 ഔട്ട്പുട്ട് സിഗ്നലാണ്. അതിൻ്റെ ഗെയിൻ എത്രയാണ്? എ ആണ് ഗെയിൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് AV ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. രണ്ടാമത് സിഗ്നൽ ഡയഗ്രം നോക്കിയേ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ 2 ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് V1 ആൻഡ് V2. പക്ഷേ ഇവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മുടെ ഈ ബ്ലോക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ഇൻറ്റു V1 മൈനസ് V2 ആയിരിക്കും. ഓക്കെ, അതാണ് നോർമൽ ആംപ്ലിഫയറും ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. നോർമൽ ആംപ്ലിഫയർ ഇൻപുട്ടിൻ്റെ ഗെയിൻ ഇൻറ്റു അതേ വോൾട്ടേജ് എടുത്ത് ആംപ്ലിഫൈ ചെയ്ത് മറ്റൊരെന്താണ് ഡിഫറൻസ് എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. ഇനി ഈ ഡിഫറൻസ് ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് ബേസിക് ഡയഗ്രാം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ബേസിക് സർക്യൂട്ട്. ഓക്കെ, ബേസിക് സർക്യൂട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം 2 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അത് ഐഡിയലി നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. Q1 Q2 എന്ന് പറയുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഒരേപോലെയുള്ള 2 RC കളക്ടർ റെസിസ്റ്റേഴ്സ് RC1 ആൻഡ് RC2. പിന്നെ കോമൺ VCC ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോമൺ REM, അതുപോലെ തന്നെ നെഗറ്റീവ് വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം ഇത് ഒരു സിമ്മട്രിക്കൽ സർക്യൂട്ടാണ് അല്ലേ? സോ ദ സർക്യൂട്ട് ഇസ് എ സിമ്മട്രിക്കൽ സർക്യൂട്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സർക്യൂട്ട് നോക്കിയാൽ രണ്ടാമത്തെ ഡയഗ്രത്തിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സിമ്പിളാണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The differential amplifier is a 2 input terminal device using at least 2 transistors. These are 2 output terminal marked 1 and 2. എന്തൊക്കെയാണ്? Vout1 and Vout2. The differential transistors Q1 and Q2 are matched so that their characteristics are the same. The collector resistors RC1 and RC2 are also equal. The equality of the matched circuit components makes the DA circuit arrangement completely symmetrical. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസും ഐഡൻറ്റിക്കൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിന് നമ്മൾ 2 സിമെട്രിക്കൽ ആയിട്ട് 2 ഡിവൈസ് ഇങ്ങനെ ചേർത്ത് വെച്ച പോലെയാണ് ഉണ്ടാവുക. വി ക്യാൻ അപ്ലൈ സിഗ്നൽ ടു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇൻ ദ ഫോളോയിങ് 2 ways. നമുക്ക് ഇൻപുട്ട് എടുക്കുന്നത് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് നമുക്ക് 2 രീതിയിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻപുട്ടിൻ്റെ കേസ് നോക്കാം. ദ സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു 1 ഇൻപുട്ട് ഓഫ് DA ആൻഡ് അതർ ഇൻപുട്ട് ഈസ് ഗ്രൗണ്ടഡ്. അത്തരം കണക്ഷൻസ് നമ്മൾ സിംഗിൾ എൻഡഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. The signal is applied to both input of DA. In that case, it is called dual-ended or double-ended input arrangement. ഇനി ഔട്ട്പുട്ടിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ്? അത് 2 രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. The output can be taken from one of the output terminal and the ground. In that case, it is called single-ended output arrangement. The output can be taken between the 2 output terminals. അല്ലേ? ഒന്നെങ്കിൽ Q1ന്റെ ഔട്ട്പുട്ട് എടുക്കാം, അല്ലെങ്കിൽ Q2 ഔട്ട്പുട്ട് എടുക്കാം. In that case, it is called double-ended output arrangement or differential output എന്ന് വേണമെങ്കിൽ നമ്മൾ വിളിക്കാം. Generally, the differential amplifier is operated for a single-ended output. അല്ലേ? എപ്പോഴും നമ്മൾ ഒരു ഔട്ട്പുട്ട് എടുക്കാറുള്ളൂ. ഒന്നെങ്കിൽ നമ്മൾ Q1ന്റെ ഔട്ട്പുട്ടും വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് എടുക്കും, അല്ലെങ്കിൽ Q2ന്റെ ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണ് എടുക്കാറുള്ളത്. Any input or output terminal that is grounded as a 0 volt.
ഇനി ഫോർ സിംപ്ലിസിറ്റി നമുക്ക് രണ്ട് ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയൊക്കെ രണ്ട് ട്രാൻസിസ്റ്ററിലും ഇൻപുട്ട് കൊടുത്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. അതായത് we shall discuss the operation of single ended input and double ended output. Okay, suppose the signal is applied to input 1 അല്ലേ, നമ്മൾ Q1ന്റെ ഇൻപുട്ടിൽ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഞാനിത് വായിക്കുന്നില്ല, ഞാനിവിടെ സർക്യൂട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇൻ1 എന്ന് പറയുന്ന സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു കോമൺ രണ്ട് രീതിയിലാണ് ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. കോമൺ കളക്ടർ കോൺഫിഗറേഷനിലും കോമൺ എമിറ്റർ എന്ന് പറയുന്ന കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന്റെ അതിന്റെ റെപ്ലിക്ക, അതിന്റെ ഒരു പിന്നെ ഇൻവെർട്ടഡ് ഫോം നമുക്ക് ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള സിഗ്നൽ നമുക്ക് ഇതിന്റെ കളക്ടറിൽ കിട്ടും. അതേസമയം ഇതിന്റെ അതേ സിഗ്നൽ കളക്ടറിൽ കൊടുത്തിരിക്കുന്ന എമിറ്ററിൽ വരുന്നത് എന്തായിരിക്കും? ഈ സിഗ്നലിന്റെ ഒരു സെയിം ഫേസിലുള്ള ഒരു സിഗ്നൽ, കമ്പാരിറ്റീവ്ലി സ്മോളർ ആയിട്ടുള്ള സ്ലൈറ്റ്ലി സ്മോളർ സിഗ്നൽ ആയിരിക്കും. അതായത് ഇവിടെ കിട്ടുന്നതിന്റെ കുറച്ചൊരു ആംപ്ലിഫിക്കേഷൻ കുറഞ്ഞ സിഗ്നൽ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് എന്തായിരിക്കും? ഇൻപുട്ടിന് ഇൻ ഫേസ് ആയിരിക്കും. നോക്കി, കളക്ടറിൽ കിട്ടുന്നത് ഔട്ട് ഓഫ് ഫേസ് ആണ്, ഇത് ഇൻ ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇൻ ഫേസ് ആണ് ഈ എമിറ്ററിൽ വരുന്നത്. എമിറ്ററിൽ വന്ന സംഭവം നോക്കിയാൽ ഈ രണ്ടിന്റെ എമിറ്റർ ഒരേ ഷെയർ ചെയ്തിരിക്കുകയാണ്, ഒരേ പോയിന്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ എമിറ്റർ സിഗ്നൽ എവിടെയും വരും, ഈ നമ്മുടെ Q2 എന്ന ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലും വരികയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് മാത്രമല്ല, ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ബേസ് ഗ്രൗണ്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ കോമൺ ബേസ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാം അല്ലെ. കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു കോമൺ ബേസ് കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു സിഗ്നൽ ആയിരിക്കും. അതിന്റെ ആംപ്ലിഫൈഡ് വെർഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതെന്തായിരിക്കും? കോമൺ എമിറ്റർ, ഇവിടെ എമിറ്ററിൽ വരുന്ന സിഗ്നലിന്റെ അതേ ഫേസ് തന്നെ ആയിരിക്കും അതിൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക അല്ലേ. ഇനി രണ്ടാമത്തെ കേസ് എടുത്ത് നോക്കിയേ, ഞാൻ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ അല്ലെങ്കിൽ Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഈ സിഗ്നലിന്റെ ഔട്ട് ഓഫ് സിഗ്നൽ ആയിട്ടുള്ള അല്ലെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് ഔട്ട്പുട്ടിൽ കിട്ടും. ഔട്ട്പുട്ട് 2 ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇതിന്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അത് ഇൻവെർട്ടഡ് ഫോം, ഈ സിഗ്നലിന്റെ ഇൻവെർട്ടഡ് ഫോം നമുക്ക് ഇവിടെ കിട്ടും. അതേസമയം ഇതിന്റെ അതേ സെയിം ഫേസിലുള്ള സിഗ്നൽ എവിടെ വരും? ഈ എമിറ്ററിൽ വരും. എമിറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതൊരു എമിറ്റർ ഫോളോവർ പോലെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ പോലെ വർക്ക് ചെയ്യും. കൺസിഡർ ചെയ്യാണ്, കോമൺ കളക്ടറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക, Q2 എമിറ്ററിൽ അതിന്റെ ഇൻ ഫേസിലുള്ള സിഗ്നൽ ഇവിടെ വരും. ആ സിഗ്നൽ ഇവിടേക്ക് കപ്പിൾ ചെയ്തിരിക്കുകയാണ്, ഡയറക്ട്ലി കപ്പിൾഡ് ആണ്. ഇതെന്താണ്? എമിറ്ററിൽ ഈ എമിറ്റർ സിഗ്നൽ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യും? Q1 ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇത് എന്തായിട്ട് വർക്ക് ചെയ്യും? ഇത് കോമൺ ബേസ് കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ സിഗ്നൽ നേരെ ഈ ആംപ്ലിഫൈഡ് വെർഷൻ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. എന്തായിരിക്കും അവസ്ഥ? സെയിം ഫേസ് ആയിരിക്കും. ഇവിടെ വരുന്നതിന്റെ സെയിം ഫേസ് ആയിരിക്കും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, രണ്ട് സർക്യൂട്ടിലും Q1 നമ്മൾ കൊടുത്തതെങ്കിൽ അതേ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ ഇൻവെർട്ടഡ് ഫോമും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൽ കളക്ടറിൽ കിട്ടുന്നത് നോൺ ഇൻവെർട്ടഡ് ഫോം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലേ. അതാണ് ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, when the signal is applied to input 1, the base of transistor Q1, an inverted amplified signal appears at output 1 and a non-inverted amplified signal appears at output 2. Reverse happens when signal is applied to input 2 and input 1 is grounded. In a common base amplifier, നമുക്കറിയാം കോമൺ ബേസ് ആംപ്ലിഫയറിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് സിഗ്നൽ ഇൻ ഫേസ് ആയിരിക്കും. കോമൺ എമിറ്റർ ആംപ്ലിഫയറിലാണ് എന്താ സംഭവിക്കുന്നത്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസുള്ള സിഗ്നൽ നമുക്ക് ഇൻപുട്ടിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇൻപുട്ടിന്റെ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. When only one output terminal is available, the phase of the output signal is single-ended. DA depends on which input receives the input signal. This is illustrated in figure below. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചാണ് ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു Q1ന്റെ ഇൻപുട്ടിലെ സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് Q2 ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇൻപുട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കാണെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുന്ന സെയിം ട്രാൻസിസ്റ്ററിനാണെങ്കിൽ എന്താണ്? ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാം. നമ്മൾ ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യാം ഏതാണ് എവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ പിന്നെ ഇൻവെർട്ടഡ് ഇൻപുട്ടും നോൺ ഇൻവെർട്ടഡ് ഇൻപുട്ടും നമ്മൾ
അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഓപ്പാമ്പിൻ്റെ നമ്മൾ അടുത്ത മുന്നിൽ പഠിക്കാൻ പോകുന്ന ഓപ്പാമ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു ബേസിക് ഡയഗ്രാമാണ്. ആ ബേസിക് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മളിനി ഓപ്പാമ്പിലേക്ക് കയറാൻ പോകുന്നത്. ഓപ്പാമ്പ് കഴിഞ്ഞാൽ അതിൻ്റെ തിയറി പോർഷൻ, ഓപ്പാമ്പിൻ്റെ തിയറി പോർഷൻ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഈ ഓപ്പാമ്പിൻ്റെ പ്രാക്ടിക്കലിലേക്ക് കിടക്കും. ഓക്കെ, പ്രാക്ടിക്കൽ സർക്യൂട്ട്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു എന്താ പറയുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് കമൻ്റായിട്ടോ നിങ്ങൾ ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.